കോവിഡിന്റെ അതിതീവ്ര വ്യാപന കാലത്താണ് നമ്മൾ, അല്ലേ? ഈ ഒരു അവസ്ഥയിലും ഇങ്ങനെ വീട്ടിലിരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന നവസാങ്കേതിക കാലത്തോട് അഭിമാനത്തോട് തന്നെ നമുക്ക് പ്രതികരിക്കേണ്ടതുണ്ട്. കേട്ട പരിശീലനത്തിന്റെ ഭാഗമായുള്ള മലയാളം ക്ലാസ് ആണ്. ഇവിടെ പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാഷാ പഠന ക്ലാസ്സുകളിലെ ചില വ്യവഹാര രൂപങ്ങളുടെ ബോധന രീതിശാസ്ത്രം എന്താണ് എന്ന് വ്യക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. ഭാഷാ പഠനം എന്ന വാക്ക് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. എന്താണ് ഭാഷാ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേവലം അക്ഷര പഠനവും വായനയും മാത്രം ചേരുന്നതാണോ ഭാഷാ പഠനം? ഭാഷാ പഠനം എന്നാൽ അത് മാത്രമല്ല, സാഹിത്യ പഠനം കൂടിയാണ് എന്ന് നമുക്കറിയാം. ഭാഷയും സാഹിത്യവും കൊണ്ട് ക്ലാസ് മുറികളിലെ ഭാഷാ പഠനം പൂർണ്ണമാകുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എങ്കിൽ പിന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഭാഷാ പഠനത്തിൽ ഉൾച്ചേർന്നു പോകുന്നത്? ഒന്ന് ചിന്തിച്ചോളൂ. ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കാം. ചർച്ച പാടില്ല എന്നല്ല, ചർച്ചയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഭാഷയും സാഹിത്യവും പഠിക്കുന്നതിനപ്പുറം നാം നമ്മുടെ ജീവിതശീലങ്ങളെ, നമ്മുടെ ആചാരങ്ങളെ, ആഘോഷങ്ങളെ ഒക്കെ ഈ ഭാഷാ പഠനത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ജീവിത ശൈലിയാണ് സംസ്കാരമെന്ന് സംസ്കാരത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നിർവചനമുണ്ട്. എന്താണ്? ജീവിത ശൈലിയാണ് സംസ്കാരം. അങ്ങനെ വരുമ്പോൾ സംസ്കാര പഠനവും എന്തോടൊപ്പം ചേരുന്നു? ഭാഷാ പഠനത്തോടൊപ്പം ചേരുന്നു. ഭാഷയും സാഹിത്യവും സംസ്കാര പഠനവും കൂടിച്ചേരുമ്പോഴാണ് ക്ലാസ് മുറികളിലെ ഭാഷാ പഠനം പൂർണ്ണമാകുന്നത് എന്ന് നമുക്ക് കാണാം. ക്ലാസ് മുറികളിലെ ഭാഷാ പഠനം ചില വ്യവഹാര രൂപങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിലകൊള്ളുന്നത്. എന്താണ് ഈ വ്യവഹാര രൂപങ്ങൾ? ഈ വാക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാകാം. വ്യവഹരിക്കാൻ സാധിക്കുന്നത്, സംസാരിക്കാൻ സാധിക്കുന്നത്, ആശയവിനിമയത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് വ്യവഹാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആശയവിനിമയത്തിന്, സംഭാഷണത്തിന് നാം ഉപയോഗിക്കുന്ന ഭാഷയാണ് ഏറ്റവും വലിയ വ്യവഹാര രൂപമെന്ന് നമുക്ക് പറയാം. അതിനു പുറമെ ഭാഷയിലൂടെ, സാഹിത്യത്തിലൂടെ ചില പറച്ചിലുകൾക്ക്, ആശയപ്രകടനത്തിന് നാം ചില രൂപങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. അവയാണ് പ്രധാനമായും വ്യവഹാര രൂപങ്ങളെന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അത്തരം വ്യവഹാര രൂപങ്ങൾ? അത്തരം വ്യവഹാര രൂപങ്ങൾക്ക് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ? കഥ, കവിത, നാടകം, നോവൽ, ഇവയൊക്കെ എന്താണ്? യാത്രാ വിവരണം, ഇവയൊക്കെ എന്താണ്? വ്യവഹാര രൂപങ്ങളാണ്. ആസ്വാദനക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ് തുടങ്ങിയ ജീവചരിത്രക്കുറിപ്പ്, ഇവയും എന്തിന്റെ ഗണത്തിൽപ്പെടുന്നു? വ്യവഹാര രൂപങ്ങളുടെ ഗണത്തിൽ പെടുന്നു. ഇത്തരം വ്യവഹാര രൂപങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഭാഷാ പഠനം നമ്മുടെ ക്ലാസ് മുറികളിൽ നടക്കുന്നത്. ഇതിൽ കഥ, കവിത എന്ന വ്യവഹാര രൂപത്തിന്റെ ബോധന രീതിശാസ്ത്രം എന്താണ്, എങ്ങനെയാണ് ക്ലാസ് മുറിയിൽ നടക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം. കഥ, കവിത എന്നീ വ്യവഹാര രൂപങ്ങളുടെ ബോധന രീതിശാസ്ത്രം ക്ലാസ് മുറികളിൽ എപ്രകാരമാണ്
നടത്തപ്പെടേണ്ടത് എന്നാണ് വിശദീകരിക്കുന്നത്. ഇവയ്ക്ക് ഏകദേശം ഒരേ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവ കടന്നുപോകുന്നത്. അതിൽ പ്രധാനമായിട്ടും ഞാൻ ഇവിടെ ചില പോയിന്റുകൾ കുറിച്ച് വെച്ചിരുന്നു, അതെനിക്ക് നോക്കാൻ കരണ്ടും പോയിട്ടുണ്ട് ഇപ്പോ. അപ്പോൾ ഒരു കഥ, ഒരു കവിത ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ആശയം വിനിമയം ചെയ്യപ്പെടേണ്ടത്, അതിന് നമ്മൾ ഏതൊക്കെ പ്രവർത്തന രീതികളാണ് അവലംബിക്കേണ്ടത്, ഇത് അത്യാവശ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിൽ ആദ്യത്തേത് പ്രസ്തുത പാഠങ്ങളായിട്ടാണല്ലോ ഇവ വരുന്നത്. പ്രസ്തുത പാഠം 2-3 ആവർത്തി കുട്ടിയെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യപടി. ഈ വായനയ്ക്ക് ശേഷം പിന്നീട് നമ്മൾ അവലംബിക്കേണ്ടത് ആ പാഠത്തിന്റെ ഒരു മാതൃകാ വായനയാണ്. ഈ രണ്ടാമത്തെ ഘട്ടമാണ് മാതൃകാ വായന. മാതൃകാ വായന എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് ക്ലാസ് മുറിയിലെ കുട്ടികളെ കൊണ്ട് നടത്തിപ്പിക്കുന്ന മാതൃകാ വായന അല്ല, മറിച്ച് അധ്യാപികയ്ക്ക് സ്വന്തമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഈ പാഠത്തെ, ഈ കവിതയെ അല്ലെ ഈ കഥയെ നമുക്ക് ക്ലാസ്സിൽ പരിചയപ്പെടുത്താം. അതിനുശേഷം അപ്പൊ പ്രാഥമിക തലത്തിൽ കുട്ടി 2-3 പ്രാവശ്യം ഈ കവിത അല്ലെങ്കിൽ കഥ വായിച്ചു. പിന്നീട് അതിന്റെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു വായന നമ്മൾ അവതരിപ്പിച്ചു. ഇനി എന്താണ് വേണ്ടത്? അടുത്ത ഘട്ടം, 3ാമത്തെ ഘട്ടമായിട്ട് അതിന്റെ സാമാന്യ ആശയം കണ്ടെത്തലാണ്. പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിൽ തങ്ങിയ ഘടകങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കവിതയുടെ അല്ലെങ്കിൽ കഥയുടെ ഒരു കേവലമായ ആശയം രൂപീകരിക്കുക എന്നുള്ളതാണ്. ഈ കേവലമായ ആശയം രൂപീകരിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ചില ചെറിയ ചോദ്യങ്ങൾ അവ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടിയെ കേവല ആശയ രൂപീകരണത്തിന് സഹായിക്കുകയാണ് വേണ്ടത്. ഇനിയും ഇത്തരത്തിൽ കേവലാശയം രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിശകലന ചർച്ചയാണ്. വിശകലന ചർച്ചയ്ക്ക് പല തലങ്ങളുണ്ട്. ആ പേര് ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ചർച്ചയാണ്. ആ കഥയെ അല്ലെങ്കിൽ കവിതയെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായകമായ എല്ലാ മേഖലകളും മുൻകൂട്ടി അധ്യാപകൻ തയ്യാറാക്കേണ്ടതുണ്ട്. മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളിലൂടെ എല്ലാ മേഖലകളിലേക്കും കുട്ടിയുടെ ചിന്തകളെ, കുട്ടിയുടെ കാഴ്ചകളെ എത്തിക്കേണ്ട വലിയ ഉത്തരവാദിത്തം ആർക്കുള്ളതാണ്? അധ്യാപകന് ഉള്ളതാണ്. അപ്പോൾ ഈ വിശകലന ചർച്ചയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കഥയിലെ, കവിതയിലെ സവിശേഷ പ്രയോഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ സവിശേഷ സന്ദർഭങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കവിതയാണെങ്കിൽ ചമത്കാര ഭംഗിയുള്ള വരികള് പ്രത്യേകമായി എടുത്ത് വ്യാഖ്യാനിക്കാം. ഇവയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെയൊക്കെ അധ്യാപകന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? പരമാധികാരിയുടേതല്ല, മറിച്ച് ചിന്തയ്ക്ക് ആവശ്യമായ ചോദ്യങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് വിശകലനവും ആശയവും കുട്ടിയിൽ നിന്ന് കണ്ടെത്താനാണ് ഈ ഓരോ പ്രവർത്തന ഘട്ടങ്ങളിലും അധ്യാപകൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ കവിതയുടെ ആശയത്തിന്റെ ആത്യന്തിക വിധാതാവായിട്ട് അധ്യാപകൻ മാറിക്കൂടാ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും ഒരിക്കൽ കൂടി ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴും നമ്മള് വിശകലന ചർച്ചയില് ചമൽക്കാര ഭംഗിയുള്ള വരികൾ ചർച്ച ചെയ്തു. ഇവയൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ കൃതിയുടെ ഭാഷാപരമായും ആഖ്യാനപരമായുള്ള പുതുമകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഭാഷാപരമായും ആഖ്യാനപരമായുമുള്ള പുതുമ എന്ന് പറയുമ്പോൾ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത, ചിലത് പ്രാദേശികമായ സംഭാഷണ ഭാഷകൾ ഉൾക്കൊള്ളുന്ന
എഴുത്തായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രാദേശികമായ ഭാഷയുടെ സൗന്ദര്യം എന്താണ്? അതുപോലെ ചില ആഖ്യാനങ്ങൾ ഓർമ്മകളെ മുൻനിർത്തിയുള്ളതാകാം, ചിലത് കത്തിന്റെ ഘടന സ്വീകരിക്കുന്നതാകാം, കത്തെന്ന് വെച്ചാൽ എഴുത്തിന്റെ ഘടന സ്വീകരിക്കുന്നതാകാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ആ ആഖ്യാന രൂപത്തിനുണ്ടെന്നുണ്ടെങ്കിൽ അവയൊക്കെ നാം ഈ അവസരത്തിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അവ ചർച്ച ചെയ്യപ്പെടുകയും വേണം. ഇത്തരം ആഖ്യാന സവിശേഷതകൾ ആ കൃതിക്ക്, ആ വായനയ്ക്ക് നൽകുന്ന ഗുണവും ദോഷങ്ങളും നമ്മൾ ചർച്ച ചെയ്തിരിക്കണം. അപ്പോഴ് വിശകലന ചർച്ചയുടെ അടുത്ത തലം നമ്മൾ കടന്നു. ഇനി ഈ കഥ അല്ലെങ്കിൽ കവിത മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. ഈ സന്ദേശത്തിന്റെ കാലികമായ പ്രസക്തി എത്രത്തോളമുണ്ട് എന്നുള്ളതും നാം ചർച്ച ചെയ്യണം. അപ്പൊ നോക്കൂ, വിശകലന ചർച്ചയില് ഏതൊക്കെ ഘട്ടങ്ങളാണ് കടന്നു വരേണ്ടത്? പ്രയോഗങ്ങൾ, സവിശേഷ സന്ദർഭങ്ങൾ, ചമൽക്കാര ഭംഗിയുള്ള വരികൾ, ഇവയൊക്കെ ചർച്ച ചെയ്യണം. അടുത്തപടിയായിട്ട് ഭാഷാപരമായും ആഖ്യാനപരമായുള്ള പുതുമകൾ ഉണ്ടെങ്കിൽ അവ വിശകലനം ചെയ്യണം. മുമ്പേ പറയാൻ വിട്ടുപോയ ഒന്നുണ്ട്, സമാന ആശയ സന്ദർഭങ്ങളുടെ താരതമ്യം കൂടി ഇതിനകത്ത് കടന്നു വരണം. അതായത് ഒരു കവിത പഠിപ്പിക്കുമ്പോൾ ആ കവിതയിലെ വരികൾക്ക് സമാനമായിട്ടുള്ള ചില വരികൾ എന്താണ് വേറെ കവിതയിൽ കാണാം. അപ്പൊ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കഥ, ഒരു കവിത പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ സമാന പ്രമേയം കൈകാര്യം ചെയ്ത വേറെ ഏതെങ്കിലും കഥ കാണും. അപ്പോൾ ആ കഥ നമുക്ക് പരിചയപ്പെടുത്തി പോകാം. ഇത്തരത്തിലുള്ള താരതമ്യങ്ങൾ കൂടി ക്ലാസ് മുറികളിൽ വിശകലന ചർച്ചയുടെ ഭാഗമായി കടന്നു വരേണ്ടതുണ്ട്. പിന്നെ അതിന്റെ സന്ദേശം, അതിന്റെ കാലിക പ്രസക്തി എന്നിവ ചർച്ച ചെയ്യുക. ഇത്രയുമാകുമ്പോൾ ഏതാണ്ട് വിശകലന ചർച്ച പൂർണ്ണമാകുന്നുണ്ട്. ഏതാണ്ട് കഥയുടെയും കവിതയുടെയും സമഗ്രാർത്ഥത്തിലുള്ള ഒരു ചർച്ചയും ഇതോടൊപ്പം തന്നെ പൂർണ്ണമാവുകയാണ്. ഇത്രയും ഘട്ടങ്ങളിലൂടെ കടന്നു കഴിയുമ്പോഴാണ് നാം ഭാവാത്മക വായനയ്ക്ക് അവസരം കൊടുക്കേണ്ടത്. അത് എന്തുകൊണ്ടാണ് ഭാവാത്മക വായന, എന്തുകൊണ്ട് മാതൃകാ വായനയായിട്ട് ഭാവാത്മക വായന കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ എടുത്തുകൂടാ എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതായത് ഭാവാത്മക വായന അല്ലെങ്കിൽ മാതൃകാ വായനയായി ഭാവാത്മക വായനകൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില എതിരഭിപ്രായങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഭാവാത്മക വായന എന്ന് പറയുന്നത് ഈ വിശദമായ ആശയ വിശകലന ചർച്ചകൾക്ക് ശേഷമേ ആകാവൂ എന്ന് പറയുന്നത്. കാരണം ഒരു കൃതി വളരെ ആഴത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിന്റെ ഭാവത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുവാൻ കുട്ടിക്ക് സാധിക്കും. ശരിയല്ലേ? നമുക്കും അതങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്? കാരണം ആഴത്തിലുള്ള വായനകളിലൂടെ, ആഴത്തിലുള്ള ചർച്ചകളിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ ആ കൃതിയെ അത്രത്തോളം ആ കുട്ടി മനസ്സിലാക്കുകയാണ്. അത്തരമൊരു വായനാ അനുഭവത്തിന്, ചർച്ചാ അനുഭവങ്ങൾക്ക് ശേഷം ഒരു ഭാവാത്മക വായന നടത്തിയാൽ അത് പൂർണ്ണമായും ഭാവാത്മകമായ ഒരു വായനയായി ഭവിക്കും. അതുകൊണ്ടാണ് ഭാവാത്മക വായന വിശകലന ചർച്ചകൾക്ക് ശേഷം നടത്തണമെന്ന് പറയുന്നത്. ഭാവാത്മക വായനയ്ക്കും ശേഷമാണ് ഗ്രന്ഥകാരനെ പരിചയപ്പെടുത്തുന്നത്, അല്ലെ കവിയെ പരിചയപ്പെടുത്തേണ്ടത്. ഇതിനും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചിലർ കവി പരിചയം ആദ്യമേ നടത്തും. അതിനും എനിക്ക് പറയാനുള്ളത് മുമ്പ് പറഞ്ഞ ഉത്തരം തന്നെയാണ്. ഒരു കൃതി, ആ കൃതിയുടെ രചനാ സവിശേഷതകൾ മുഴുവനും പരിചയപ്പെടുന്നത് അതിന്റെ വിശകലന ചർച്ചയിലൂടെയാണ്. ഇത്തരം വിശകലന ചർച്ചകളിലൂടെ ഒരു ഗ്രന്ഥകാരനെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നാം നടത്തുന്ന ഒരു ഗ്രന്ഥകാര പരിചയം കുട്ടിക്ക് അനുഭവാത്മകമായി തീരുന്നു, കൂടുതൽ അനുഭവാത്മകമായി തീരുന്നു. അതുകൊണ്ട് ഗ്രന്ഥകാര പരിചയം ഏറ്റവും അവസാനത്തിലാണ് നടത്തേണ്ടത്. ഇങ്ങനെ 6 ഘട്ടങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ പഠന രീതി ക്ലാസ് മുറികളിൽ നടത്തപ്പെടേണ്ടത്. ഇത്തരം
പ്രക്രിയകളിലൂടെ കൃത്യമായിട്ടാണ് നമ്മുടെ കഥാപഠനവും കവിതാപഠന ക്ലാസും പുരോഗമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആസ്വാദനക്കുറിപ്പ് എന്ന വ്യവഹാര രൂപം പ്രത്യേകിച്ച് പിന്നെ നമ്മൾ കുട്ടിക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ആസ്വാദനക്കുറിപ്പ് എന്ന വ്യവഹാര രൂപത്തിന്റെ ഘടന മനസ്സിലാക്കുവാൻ ഏതാണ്ട് ഈ കവിതാ പഠനത്തിന്റെ ക്ലാസ് തന്നെ കുട്ടിക്ക് മതിയാകും. അങ്ങനെയെങ്കിൽ ഇവിടെ വിശദീകരിച്ച പ്രവർത്തന ഘട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആസ്വാദനക്കുറിപ്പിന്റെ ഘടന എന്തായിരിക്കണമെന്ന് നമുക്കൊന്ന് ക്രോഡീകരിക്കാമല്ലോ. എങ്ങനെയാണ് നമ്മളത് ക്രോഡീകരിക്കുന്നത്? ആദ്യമായി ആസ്വാദനക്കുറിപ്പിന് ഒരു ശീർഷകം നൽകണം. പിന്നീട് അതിനൊരു ആമുഖം ഉണ്ടായിരിക്കണം. ഈ ആമുഖത്തിൽ ഗ്രന്ഥകാരനെ കുറിച്ചുള്ള ലഘു വിവരണമാണ് ഉൾപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ ഖണ്ഡികയിൽ സാമാന്യ ആശയത്തെ അവതരിപ്പിക്കാം. മൂന്നാമതായിട്ട് ആ കവിതയുടെ അല്ലെങ്കിൽ കഥയുടെ ആഴത്തിലുള്ള വിശകലനങ്ങളാണ് നടത്തേണ്ടത്. ആഴത്തിലുള്ള വിശകലനങ്ങളിൽ മുമ്പേ പറഞ്ഞ പല ഘട്ടങ്ങളുണ്ടല്ലോ. സവിശേഷ പ്രയോഗ സന്ദർഭങ്ങൾ, ചമത്കാര ഭംഗിയുള്ള വരികൾ, കഥയാണെങ്കിൽ കഥാപാത്രങ്ങളുടെ സ്വഭാവം, സ്ഥാനം, ഇവയൊക്കെ ചർച്ച ചെയ്യുകയില്ല. കഥാപാത്രങ്ങളുടെ സ്വഭാവം, സ്ഥാനം ഇവയൊക്കെ വിശകലനം ചെയ്ത് എഴുതേണ്ടതുണ്ട്. പിന്നീട് സമാന ആശയ സന്ദർഭങ്ങളെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. കഥയുടെ അല്ലെങ്കിൽ കവിതയുടെ കാലിക പ്രസക്തി, സന്ദേശം എന്നിവ വിശദമാക്കിക്കൊണ്ട് ഉപസംഹാരത്തിൽ എത്തപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ 4 ഘട്ടങ്ങളായിട്ട് കഥാസ്വാദനത്തിന്റെ അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പിന്റെ ഘടനയെ നമുക്ക് ക്രോഡീകരിക്കാം. പേര്, ശീർഷകം, ആമുഖം, സാമാന്യ ആശയാവതരണം, ആഴത്തിലുള്ള വിശകലനം, ഉപസംഹാരം. ഇത്രയുമാണ് ആസ്വാദനക്കുറിപ്പിന്റെ ഘട്ടങ്ങളെന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിൽ കുട്ടി തയ്യാറാക്കിയ, നമ്മൾ പാഠം വിനിമയം ചെയ്തു, ആ പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വ്യവഹാര രൂപത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കൊടുത്തു. അത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കുട്ടി ഭംഗിയായി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി. അങ്ങനെയെങ്കിൽ കുട്ടി തയ്യാറാക്കിയ ഈ ആസ്വാദനക്കുറിപ്പിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അതിന്റെ വിലയിരുത്തലിന് എന്തൊക്കെ സൂചകങ്ങളാണ് നമുക്ക് വികസിപ്പിക്കാനാവുക? ഒരു ആസ്വാദനക്കുറിപ്പ് വിലയിരുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? ഒന്നാമതായിട്ട് ആശയം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. രണ്ടാമതായിട്ട് വിശകലനവും താരതമ്യവും നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടി ആസ്വാദനക്കുറിപ്പിൽ സ്വന്തം നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ടോ? നാലാമതായിട്ട് ആസ്വാദനക്കുറിപ്പിന്റെ ഘടന പാലിച്ചിട്ടുണ്ടോ? എന്താണ് ആസ്വാദനക്കുറിപ്പിന്റെ വിലയിരുത്തൽ സൂചകങ്ങൾ? ഒരിക്കൽ കൂടി പറയാം. ആശയം കണ്ടെത്തിയിട്ടുണ്ടോ? വിശകലനവും താരതമ്യവും നടത്തിയിട്ടുണ്ട്. സ്വന്തം നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. ആസ്വാദനക്കുറിപ്പിന്റെ ഘടന പാലിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടാകില്ല എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഈ ആസ്വാദനക്കുറിപ്പിന്റെ തന്നെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്ത് മുമ്പേ ഒരു സന്ദർഭത്തിൽ ചർച്ച ചെയ്തതാണ് മറ്റൊരു വ്യവഹാര രൂപം, താരതമ്യക്കുറിപ്പ്. അല്ലെ? ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിന്റെ വിശകലന ഭാഗങ്ങളിൽ താരതമ്യം ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ടെങ്കിൽ താരതമ്യം ചെയ്യണം എന്ന് പറഞ്ഞു. താരതമ്യക്കുറിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യവഹാര രൂപമാണ്. ഈ താരതമ്യക്കുറിപ്പിന്റെ ഘടന എങ്ങനെയായിരിക്കണം? കഥാസ്വാദനം, ആസ്വാദനക്കുറിപ്പ്. മൂന്നാമത്തെ വ്യവഹാര രൂപം താരതമ്യമാണ്. താരതമ്യത്തിന്റെ പ്രവർത്തന ഘട്ടം എന്താണെന്നാണ് അടുത്തതായിട്ട് വിശദീകരിക്കാൻ പോകുന്നത്. താരതമ്യം എന്ന് പറയുമ്പോൾ
ഒന്നുകിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിലെ ഒരു സന്ദർഭം, എന്നാൽ പുറത്തു നിന്നുള്ള അതിന് സമാനമായതോ അല്ലെ അതുമായി താരതമ്യത്തിന് വിധേയമാക്കാവുന്നതോ ആയ ഏതെങ്കിലും കവിതയിലെയോ കഥയിലെയോ മറ്റൊരു സന്ദർഭം. ഇവയായിരിക്കാം താരതമ്യത്തിന് സാധാരണയായി നൽകുന്നത്. ഏതാണ്ട് 6 മാർക്കിനാണ് താരതമ്യക്കുറിപ്പ് ചോദിക്കുന്നത്. ഏറ്റവും ഉയർന്ന സ്കോറാണ് പരീക്ഷയിൽ, ഏറ്റവും ഉയർന്ന സ്കോറാണ് 6 മാർക്ക്. പണ്ടത്തെ നമ്മുടെ എസ്എയുടെ മാതൃകയിലാണ് താരതമ്യക്കുറിപ്പ് സാധാരണയായി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ചോദിക്കുന്നത്. അപ്പോഴ് ഈ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ 6 മാർക്കിന്റെ വലിയ ചോദ്യമായതുകൊണ്ട് തന്നെ അതിന്റെ ഘടന കുട്ടിയെ മനസ്സിലാക്കുമ്പോൾ 3 ഘട്ടങ്ങളിലൂടെ 3 ഖണ്ഡികകളിലൂടെ അത് എഴുതി പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. അതിൽ അതിൽ നൽകിയിരിക്കുന്ന ഒന്നാമത്തെ സന്ദർഭത്തെ വിശകലനമല്ല, ഒന്നാമത്തെ സന്ദർഭത്തിന്റെ ആശയം കണ്ടെത്തി കുറിക്കുക. രണ്ടാമത്തെ ഖണ്ഡികയിൽ രണ്ടാമതായി നൽകിയിരിക്കുന്ന സന്ദർഭത്തിന്റെ ആശയം വിശകലനം ചെയ്ത് വിശകലനം ചെയ്യാം, ആശയം കുറിക്കുക, എന്നിട്ട് അതിനെ കുറിച്ചുള്ള വിശകലനവുമാകാം. ഇനി മൂന്നാമത്തെ ഖണ്ഡികയിലാണ് ഈ 2 സന്ദർഭങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ താരതമ്യപ്പെടുത്താവുന്ന ഘടകങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത്. ചിലപ്പോൾ ഒരേ ആശയത്തെ വ്യത്യസ്തമായി എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. വ്യത്യസ്ത കാലഘട്ടത്തിലെ എഴുത്തുകാർ ഒരേ ആശയത്തെ എങ്ങനെ കാണുന്നു, ഇവയൊക്കെ താരതമ്യത്തിന്റെ ഭാഗമായി നമുക്ക് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. ഇപ്രകാരം താരതമ്യക്കുറിപ്പ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താരതമ്യക്കുറിപ്പിന്റെ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ ഈ താരതമ്യക്കുറിപ്പ് ഒരു വിലയിരുത്തലിന് തയ്യാറാവേണ്ടതുണ്ട്. താരതമ്യക്കുറിപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ സൂചകം എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഒരു താരതമ്യക്കുറിപ്പിനെ വിലയിരുത്തേണ്ടത്? അത് പ്രധാനമായിട്ടും നൽകിയ ഭാഗങ്ങളുടെ ആശയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ വിലയിരുത്തൽ സൂചകമാണ് നൽകിയ ഭാഗങ്ങളുടെ ആശയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തി യുക്തിപൂർവം സമർത്ഥിച്ചിട്ടുണ്ട്. 3, സ്വന്തം നിരീക്ഷണം ഉചിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു താരതമ്യക്കുറിപ്പിന്റെ വിലയിരുത്തൽ സൂചകങ്ങൾ ഒരിക്കൽ കൂടി പറയാം. നൽകിയ ഭാഗങ്ങളുടെ ആശയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തി യുക്തിപൂർവം സമർത്ഥിച്ചിട്ടുണ്ട്, സ്വന്തം നിരീക്ഷണം ഉചിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയുമാകുമ്പോൾ താരതമ്യക്കുറിപ്പ് എന്ന വ്യവഹാര രൂപത്തിന്റെ പ്രവർത്തന ഘട്ടങ്ങളും താരതമ്യക്കുറിപ്പ് എന്ന വ്യവഹാര രൂപത്തിന്റെ വിലയിരുത്തൽ സൂചകങ്ങളും പൂർണ്ണമാവുകയാണ്. അടുത്ത വ്യവഹാര രൂപം ഭാവാത്മക വായനയാണ്. മുമ്പേ പറഞ്ഞല്ലോ, കവിത, കഥ പഠന ക്ലാസ്സുകളില് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വ്യവഹാര രൂപമാണ് ഭാവാത്മക വായന. ഭാവാത്മക വായന എപ്പോഴും ക്ലാസിന്റെ അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനം നടത്തുന്നതായിരിക്കും നല്ലതെന്ന് മുമ്പേ പറഞ്ഞു. അതിന്റെ കാരണവും വിശദമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കഥയെ, കവിതയെ ആഴത്തിൽ അടുത്തറിഞ്ഞ കുട്ടിക്ക് ഭാവാത്മക വായനയ്ക്ക് അവസരം നൽകുമ്പോൾ, ഭാവാത്മക വായന സാധാരണ ക്ലാസ് മുറിയിൽ നടത്തുന്നത് 3-4 പേരെ ഭാവാത്മക വായനയ്ക്ക് തയ്യാറാകുന്ന കുട്ടികളെ ഇരുത്തി 4 പേരും ഇത് വായിക്കുന്നു. ഈ വായന വിലയിരുത്തപ്പെടുന്ന സൂചകങ്ങൾ നമ്മൾ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിരിക്കും. ഈ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾ വായന കൃത്യമായി വിലയിരുത്തപ്പെടുകയും പിന്നെ മികച്ച വായന ആരുടേതെന്ന് കണ്ടെത്തുകയും പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കുട്ടികൾ തന്നെ പറയുകയും ചെയ്യുന്ന സജീവമായ പ്രവർത്തന സാധ്യതകൾ ക്ലാസ് മുറികളിൽ ഉള്ള ഒരു പ്രവർത്തനമാണിത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രവർത്തന ഘട്ടം കൂടിയാണിത്. അപ്പോൾ ഇവിടെ ഭാവാത്മക വായനയുടെ പ്രവർത്തന ഘട്ടം ഏതാണ്ട് ഇങ്ങനെ ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ഇതിന്റെ വിലയിരുത്തൽ സൂചകം എന്തൊക്കെയാണ്?
ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് തന്നെ നാം ഈ വിലയിരുത്തൽ സൂചകങ്ങൾ കൊടുക്കുകയും ഭാവാത്മക വായനകളെ ഈ വിലയിരുത്തൽ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് കുട്ടികൾ. അപ്പൊ അതിനുള്ള വിലയിരുത്തൽ സൂചകങ്ങൾ കൂടിയാണ് ഞാൻ പറയുന്നത്. 1 അക്ഷര വ്യക്തത, 2 ഉച്ചാരണ സ്ഫുടത, 3 ഭാവത്തിന് അനുയോജ്യമായ ശബ്ദ ക്രമീകരണം. ഇത്രയുമാണ് ഭാവാത്മക വായനയുടെ വിലയിരുത്തൽ സൂചകങ്ങളായിട്ട് വരുന്നത്. ഇനിയും അടുത്ത വ്യവഹാര രൂപം ജീവചരിത്രക്കുറിപ്പാണ്. ജീവചരിത്രക്കുറിപ്പും കഥ കവിത പഠനത്തോടനുബന്ധിച്ച് കടന്നുവരുന്ന ഒഴിവാക്കാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവഹാര രൂപമാണ്. ജീവചരിത്രക്കുറിപ്പ് പ്രധാനമായിട്ടും 2 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, സാഹിത്യ ചരിത്രത്തിലെ എഴുത്തുകാരെ അറിയുക, സാഹിത്യകാരന്മാരെ, പ്രതിഭകളെ അറിയുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദ്ദേശം. രണ്ടാമതൊരു ഉദ്ദേശം കൂടി ഈ ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്ന വ്യവഹാര രൂപത്തിനുണ്ട്. അത് പഠിപ്പിക്കുന്നത് കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നുണ്ട്. അത് ഒരു ജീവചരിത്ര രചന നടത്തുമ്പോൾ അതിന്റെ ഘടന എന്താണെന്ന് കുട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നാം ശ്രദ്ധ കൊടുക്കേണ്ടത്? 1, വ്യക്തി ജീവിത വിവരണം ഉണ്ടായിരിക്കണം. അതായത് നാം അവതരിപ്പിക്കുന്ന എഴുത്തുകാരൻ, ഇവിടെ നാം തയ്യാറാക്കുന്ന ജീവചരിത്രക്കുറിപ്പ് സാഹിത്യകാരനായിരിക്കും. ചരിത്രത്തിലാണെന്നുണ്ടെങ്കിൽ മറ്റ് സാംസ്കാരിക പ്രതിഭകളൊക്കെ കടന്നു വരാം. നാം തയ്യാറാക്കുന്നത് സ്വാഭാവികമായും ഭാഷാപഠന ക്ലാസ്സുകളിൽ സ്വാഭാവികമായും കടന്നു വരുന്നത് എന്താണ്? എഴുത്തുകാരെ കുറിച്ചുള്ള ജീവചരിത്രക്കുറിപ്പായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിജീവിത വിവരണം അതിനകത്തുണ്ടായിരിക്കണം. ഈ വ്യക്തിജീവിത വിവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലം, ദേശം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടു പോകണം എന്നാണ്. ഇനി രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ സാഹിത്യ മേഖല ഏതാണെന്ന് നാം ജീവചരിത്രക്കുറിപ്പിൽ വ്യക്തമാക്കണം. കാരണം സാഹിത്യ മേഖല എന്ന് പറയുമ്പോൾ കഥയാണോ കവിതയാണോ അങ്ങനെ വ്യത്യസ്ത സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ അഭിരമിക്കുന്നവരായിരിക്കും സാഹിത്യകാരന്മാർ. അതുകൊണ്ട് അവരുടെ ഈ സാഹിത്യ മേഖല വ്യക്തമാക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് സാഹിത്യ ചരിത്രത്തിലെ എഴുത്തുകാരന്റെ സ്ഥാനം നാം നിർണയിക്കണം. സാഹിത്യ ചരിത്രത്തിൽ ഈ എഴുത്തുകാരൻ എവിടെയാണ് നിലകൊള്ളുന്നത്, അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സാഹിത്യ ചരിത്രത്തിൽ നൽകിയിട്ടുള്ള വിശേഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ വ്യക്തമാക്കാം. അദ്ദേഹത്തിന്റെ രചനാ രീതിയുടെ പ്രത്യേകതകൾ ഇവയൊക്കെ എന്താണ് ഈ ജീവചരിത്രക്കുറിപ്പിൽ വിശദമാക്കപ്പെടണം. അപ്പൊ ജീവചരിത്രക്കുറിപ്പിന്റെ രചനാഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തത്. അത് സാഹിത്യ ചരിത്രത്തിലെ സ്ഥാനം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഈ സ്ഥാനം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സാഹിത്യ ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, സവിശേഷമായ സ്ഥാനങ്ങൾ, വിശേഷണങ്ങൾ, രചനാരീതിയുടെ സവിശേഷത ഇവയൊക്കെയാണ് ഇതിനകത്ത് ഉൾച്ചേർന്ന് വരേണ്ടത്. നാലാമതായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികളും അദ്ദേഹത്തിന്റെ മറ്റു കൃതികളും പരിചയപ്പെടുത്തണം. അപ്പം ജീവചരിത്രക്കുറിപ്പ് അതിന്റെ ഘടന ഒരിക്കൽ കൂടി ആവർത്തിക്കാം. വ്യക്തി ജീവിത വിവരണം ഉണ്ടാകണം. രണ്ടാമതായിട്ട് സാഹിത്യ മേഖല വ്യക്തമാക്കണം. മൂന്നാമതായിട്ട് സാഹിത്യ ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനവും വിശേഷണങ്ങളും രചനാരീതിയുടെ പ്രത്യേകതകളും വ്യക്തമാക്കണം. നാലാമതായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികളും മറ്റു കൃതികളും പരിചയപ്പെടുത്തണം. ഇത്രയുമാകുമ്പോൾ ജീവചരിത്രക്കുറിപ്പ് എന്ന വ്യവഹാര രൂപത്തിന്റെ ഘടനയും പൂർണ്ണമാവുകയാണ്. അപ്പൊ ഇവിടെ ഇത്രയും സമയം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചത് കവിത, കഥ പഠനത്തിന്റെ ബോധന രീതിശാസ്ത്രവും അതുമായി ബന്ധപ്പെട്ട ആസ്വാദനക്കുറിപ്പ്, ജീവചരിത്രം, താരതമ്യക്കുറിപ്പ്, ഭാവാത്മക വായന എന്നീ വ്യവഹാര രൂപങ്ങളുടെ ഘടനയും അവയുടെ വിലയിരുത്തൽ സൂചകങ്ങളും ചർച്ച ചെയ്യാനാണ് പ്രധാനമായിട്ടും ശ്രമിച്ചത്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക്
എപ്രകാരം പ്രയോജനമാണ് എന്നതിന് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയുകയാണ്. കേട്ടലിന്റെ മുൻ വർഷത്തെ ചോദ്യങ്ങളില് ഒരു ചോദ്യമാണ് ഞാനിവിടെ വായിക്കുന്നത്. ഒരു ആസ്വാദനക്കുറിപ്പ് വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ നൽകേണ്ടത് ഏത് സൂചകത്തിനാണ്? മൾട്ടിപ്പിൾ ചോയ്സിലുള്ള ചോദ്യമാണ്. 4 ഉത്തരങ്ങൾ അവർ നൽകും. അതിൽ നിന്ന് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ കേട്ടറ്റ് പരീക്ഷയുടെ മലയാളത്തിന്റെ ഒരു ചോദ്യ രീതി, ഒരു ചോദ്യ മാതൃക. അപ്പൊ ഇത്തരം ഒരു ചോദ്യം വരുമ്പോൾ ഇവിടെ നടന്ന ഈ ചർച്ച നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്രദമാണ്? അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, കഥാപാത്ര നിരൂപണം നടത്തുമ്പോൾ താഴെ പറയുന്നതിൽ അത്യാവശ്യമല്ലാത്തത് ഏത്? എന്നിട്ട് 4 ഉത്തരങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ വ്യവഹാര രൂപങ്ങളുടെയും ചർച്ചാ സൂചകങ്ങളും അവയുടെ പ്രവർത്തന ഘട്ടങ്ങളും മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഇത്തരം ഉത്തരങ്ങളോട് നമുക്ക് കൃത്യമായി പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കേവലം പരീക്ഷയെ മുൻനിർത്തിയുള്ള ഇത്തരം ഒരു ക്ലാസിന്റെ പ്രയോജനമാണ് എന്നുണ്ടെങ്കിൽ, ഇതിനുമപ്പുറം വിശാലമായ മറ്റൊരു പ്രയോജനത്തെ കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ക്ലാസ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചത്. അത് അധ്യാപക എന്നതിൽ നിന്ന് വ്യത്യസ്തമായി നാളെ അധ്യാപനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാം പഠിച്ച സിദ്ധാന്തങ്ങൾ, അവയ്ക്ക് കൃത്യമായ പ്രയോഗ സാധ്യതകൾ ക്ലാസ് മുറികളിൽ എങ്ങനെയാണ് നടത്തപ്പെടേണ്ടത് എന്നതിന് ഒരു ഉദാഹരണം കൂടിയായിട്ട് ഈ ക്ലാസ് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ക്ലാസ് മുറികളിൽ കൃത്യമായ പ്രവർത്തന ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ട് പാഠഭാഗങ്ങൾ വിനിമയം ചെയ്യുന്ന നല്ല അധ്യാപകരായി നിങ്ങൾ മാറുമ്പോഴാണ് ഞങ്ങൾ അധ്യാപക സമൂഹം, അധ്യാപക വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം പരിശീലന പരിപാടികൾ സാർത്ഥകമാകുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു.